ഫിലിം ഗാരേജിലേക്കും സ്വാഗതം. മോളിവുഡിന്റെ ഏറ്റവും പുതിയ ഇൻഡസ്ട്രിയിട്ട് വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ ലോക. ചിത്രത്തിന്റെ കേരള കളക്ഷൻ 120 കോടിയിലേക്ക് അടുക്കുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ 2000 മുതൽ 25 വർഷത്തെ മലയാള സിനിമയിലെ ഇൻഡസ്ട്രിയിട്ട് വിജയം നേടിയെടുത്ത 9 സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ 9 സിനിമകളിലെ 2 സിനിമകൾ ഈ വർഷമാണ് പിറന്നിരിക്കുന്നത്. 2000-ന്റെ തുടക്കത്തിൽ തന്നെ മലയാള സിനിമ ഒരു ഇൻഡസ്ട്രിയിട്ട് കണ്ടിരുന്നു. അത് ലാലേട്ടൻ സിനിമയിലൂടെയായിരുന്നു. നരസിംഹം എന്ന സിനിമയാണത്. 2000 ജനുവരിയിലായിരുന്നു സിനിമയുടെ റിലീസ്. അതിനുശേഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിട്ട് കാണുന്നത് മമ്മൂട്ടിയുടെ രാജമാണിക്യം എന്ന സിനിമയിലൂടെയാണ്. 2005-ലായിരുന്നു സിനിമയുടെ തിയേറ്റർ റിലീസ്. മമ്മൂട്ടിയുടെ അവസാനത്തെ സോളോ ഇൻഡസ്ട്രിയിട്ട് സിനിമ എന്നൊരു പ്രത്യേകത കൂടി രാജമാണിക്യം എന്ന സിനിമയ്ക്കുണ്ട്. ശേഷം 2006-ലായിരുന്നു മലയാള സിനിമ മൂന്നാമത്തെ ഇൻഡസ്ട്രിയിട്ട് 2000-ന് ശേഷം കണ്ടത്. അത് ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലൂടെയാണ്. അതിനുശേഷം 2020 എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമ 2008-ൽ ഇൻഡസ്ട്രിയിട്ട് കണ്ടത്. ശേഷം കുറച്ച് വർഷങ്ങളെടുത്ത് ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് 2013-ൽ മലയാള സിനിമ 2000-ന് ശേഷമുള്ള 5-ാമത്തെ ഇൻഡസ്ട്രിയിട്ട് കണ്ടത്. അതും ലാലേട്ടൻ സിനിമയിലൂടെ. ശേഷം ലാലേട്ടൻ്റെ സിനിമയിലൂടെ തന്നെ പുലിമുരുകൻ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമ 6-ാം തവണയും ഇൻഡസ്ട്രിയിട്ട് 2000-ന് ശേഷം കണ്ടത്. 2016-ൽ റിലീസായ പുലിമുരുകൻ എന്ന സിനിമയുടെ ഇൻഡസ്ട്രിയിട്ട് കളക്ഷൻ മറികടക്കാനായിട്ട് 2018-ന് വേണ്ടി വന്നത് ഏകദേശം 7 വർഷങ്ങളോളമാണ്. 2018 മലയാളത്തിന്റെ ഇൻഡസ്ട്രിയിട്ട് വിജയം നേടിയെടുത്ത സിനിമയാണ്. ശേഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിട്ട് കാണുന്നത് ഈ വർഷം തുടരുമെന്ന ലാലേട്ടൻ സിനിമയിലൂടെയാണ്. ഏപ്രിൽ മാസമായിരുന്നു സിനിമയുടെ റിലീസ്. ഏറ്റവും ഒടുവിലത്തെ ഇൻഡസ്ട്രിയിട്ട് ലോക എന്ന സിനിമയിലൂടെ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിലൂടെ കണ്ടതോടെ 2000-ന് ശേഷം മലയാള സിനിമ 9 തവണ ഇൻഡസ്ട്രിയിട്ട് വിജയ സിനിമകൾ കണ്ടിരിക്കുന്നു. 2023-ന് മുന്നേ വരെ നോക്കുകയാണെങ്കിൽ രാജമാണിക്യം, ക്ലാസ്മേറ്റ്സ്, ഇൻഡസ്ട്രിയിറ്റിന്റെ ആ ഒരു ഗ്യാപ്പ് മാറ്റി നിർത്തിയാൽ വലിയ ഗ്യാപ്പെല്ലാം തന്നെ ഇൻഡസ്ട്രിയിട്ട് സിനിമകൾ തമ്മിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വർഷം വെറും മാസങ്ങൾക്കിടയിൽ 2 ഇൻഡസ്ട്രിയിട്ട് മലയാള സിനിമ കാണുമ്പോൾ മോളിവുഡ് വലിയ തോതിൽ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലോകയുടെ ഇൻഡസ്ട്രിയിട്ട് ആര് മറികടക്കുമെന്ന് കാണുവാനായിട്ട് കാത്തിരിക്കാം.